ആസ്മയെക്കുറിച്ചുള്ള സംശയങ്ങൾ അകറ്റാം, ആശങ്കകളും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ദിവ്യ ജയൻ, കൺസൾട്ടൻറ്റ് പൾമണോളജിസ്റ്റ്, SK ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം. നമുക്കറിയാം, ആസ്മ ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ശ്വാസനാളങ്ങൾ ചുരുങ്ങുകയും അവിടെ നീർക്കെട്ടുണ്ടാവുകയും ചെയ്യുന്നതിലൂടെ രോഗിക്ക് ചുമ, കഫക്കെട്ട്, ശ്വാസം എടുക്കുമ്പോൾ വിസിലടിക്കുന്ന പോലെയുള്ള ഒരു ശബ്ദം, ചെസ്റ്റ് ടൈറ്റ്നസ് എന്നീ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നു. ആസ്മയെക്കുറിച്ച് കുറേയധികം ഇൻഫർമേഷൻസ് ഇന്ന് ഫ്രീലി അവൈലബിൾ ആണ്. എന്നിരുന്നാലും നമ്മളുടെ ഡെയിലി OP പ്രാക്ടീസിൽ രോഗികളോടും അവരുടെ ബന്ധുക്കളോടും സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാനാകുന്നത് ആസ്മയെക്കുറിച്ച് കുറേയധികം ആശങ്കകൾ ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കുറച്ച് പൊതുവെ ചോദിക്കാറുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്ന് ഈ ടോക്കിലൂടെ ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. ശ്വാസം മുട്ടൽ മാത്രമാണോ ആസ്മയുടെ രോഗലക്ഷണം? നമ്മൾ പലപ്പോഴും രോഗികളോട് അവരുടെ അസുഖം ആസ്മ മൂലമാണെന്ന് പറയുമ്പോൾ അതിനെനിക്ക് ശ്വാസം മുട്ടലോ വലിവോ വരാറില്ലല്ലോ എന്ന് തിരികെ ചോദിക്കാറുണ്ട്. എന്നാൽ ശ്വാസം മുട്ടൽ മാത്രമല്ല ആസ്മയുടെ രോഗലക്ഷണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിട്ടുമാറാതെയുള്ള ചുമ, കൂടെ വരുന്ന കഫക്കെട്ട്, മിക്കപ്പോഴും വരുന്ന റെസ്പിറേറ്ററി ഇൻഫെക്ഷനുകൾ, ഇവയെല്ലാം ആസ്മയുടെ രോഗലക്ഷണങ്ങളാണ്. കുഞ്ഞുങ്ങളിലാണെങ്കിലും മിക്കപ്പോഴും കഫക്കെട്ട് വരികയും പല പ്രാവശ്യമായി ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായും അത് ചൈൽഡ്ഹുഡ് ആസ്മ ആണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആസ്മ രോഗി എക്സർസൈസ് ചെയ്യാൻ പാടില്ലേ? ഉറപ്പായും ഒരു ആസ്മ രോഗിക്ക് എക്സർസൈസ് ചെയ്യാവുന്നതാണ്. കൃത്യമായ ചികിത്സയിലൂടെ സിംറ്റംസ് എല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ട് എല്ലാ ആക്ടിവിറ്റീസിലും, എക്സർസൈസ് ഉൾപ്പെടെയുള്ള എല്ലാ ആക്ടിവിറ്റീസിലും ആസ്മ രോഗിക്ക് ഏർപ്പെടാവുന്നതാണ്. പിന്നീട് ചോദിക്കാറുള്ളത്, ആസ്മ രോഗികൾ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. എല്ലാ ആസ്മയ്ക്കും ഫുഡ് അലർജി ഉണ്ടാവണമെന്നില്ല. എന്നിരുന്നാലും പൊതുവെ അലർജി കാണുന്ന ഭക്ഷണ സാധനങ്ങൾ സീ ഫുഡ് കാറ്റഗറി, ഷെൽഫിഷ് കാറ്റഗറിയിൽപ്പെട്ട കൊഞ്ച്, ഞണ്ട്, കണവ, അതുപോലെ ഗോതമ്പ്, ചോക്ലേറ്റുകൾ, പീനട്ട്സ് ഇങ്ങനെയുള്ള ആഹാര സാധനങ്ങളാണ്. എന്നിരുന്നാലും എന്ത് ആഹാരത്തിനോട് വേണമെങ്കിലും അലർജി കണ്ടേക്കാം. എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഭക്ഷണ സാധനം കഴിക്കുമ്പോൾ നിങ്ങളുടെ ആസ്മ ട്രിഗേർഡായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലാതെ മറ്റൊരു ആസ്മ രോഗി പാലോ പഴമോ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞ് നിങ്ങളത് ഒഴിവാക്കേണ്ടതില്ല. പിന്നെ പൊതുവെ ഫ്രൈഡ് ആയിട്ടുള്ളതും സ്പൈസി ആയിട്ടുള്ളതുമായ ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ ഗ്യാസ്ട്രിക് റിഫ്ലക്സ് കൂട്ടുകയും അതുമൂലം ആസ്മ ട്രിഗേർഡ് ആവാൻ സാധ്യതയും ഉണ്ട്. നാലാമത്തെ ചോദ്യം ഇൻഹേലറുകളെ കുറിച്ചാണ്. ജനങ്ങൾക്കിടയിൽ ഇത്രയധികം തെറ്റായ ധാരണകളുള്ള മറ്റൊരു മെഡിസിൻ ഇല്ല എന്ന് തന്നെ പറയാം. പലപ്പോഴും അസുഖം ഭേദമാകാൻ ഇൻഹേലറുകൾ ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒട്ടനവധി ആശങ്കകൾ ഉണ്ടാകാറുണ്ട്. ഇത് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വരില്ലേ? ഇതിന് അഡിക്ഷൻ ഉണ്ടാവില്ലേ? ഇതിനുള്ളിൽ സ്റ്റിറോയിഡ് ഇല്ലേ? അങ്ങനെ പല ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കാറുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, ഇൻഹേലറുകളെ നമ്മൾ ഇത്രമാത്രം പേടിക്കേണ്ടെന്ന് ഒരാവശ്യവുമില്ല. ഇൻഹേലറുകൾ ഉപയോഗിക്കുമ്പോൾ ഇതിനകത്ത് ഹാബിറ്റ് ഫോമിംഗ് ആയോ അഡിക്ഷൻ ഉണ്ടാക്കുന്നതായോ ഉള്ള ഒരു മരുന്നുകളും അടങ്ങിയിട്ടില്ല. പിന്നെ ഇത് എത്ര കാലം ഉപയോഗിക്കണം എന്നുള്ളത് നമ്മളുടെ രോഗത്തിൻ്റെ തീവ്രതയും നമ്മളുടെ അസുഖം ഈ ഒരു മെഡിസിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ് ഇൻഹേലർ ഉപയോഗിക്കേണ്ടുന്ന ഡ്യൂറേഷൻ നമ്മൾ തീരുമാനിക്കുന്നത്. അസുഖം കുറയുന്നതനുസരിച്ച് ഡോക്ടേഴ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇൻഹേലറിൻ്റെ ഡോസ് കുറയ്ക്കുകയും വേണ്ടി വന്നാൽ ഇൻഹേലർ നമുക്ക് നിർത്താൻ കഴിയുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിനുള്ളിലുള്ള സ്റ്റിറോയിഡുകളെ കുറിച്ച് നമ്മൾ കഴിക്കുന്ന രീതിയിലുള്ള അനാബോളിക് സ്റ്റിറോയിഡുകളല്ല ഇൻഹേലറുകളിൽ അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡോസ് നോക്കുകയാണെങ്കിലും മൈക്രോ ഡോസസ്, അതായത് വളരെ ചെറിയ ഡോസിലാണ് സ്റ്റിറോയിഡുകൾ അടങ്ങിയിരിക്കുന്നത്. ഇത് നമ്മുടെ ശ്വാസകോശത്തിൽ നേരിട്ട് പ്രവർത്തിക്കുകയും മറ്റ് അവയവങ്ങളിലൊന്നും ഇതിൻ്റെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല. പ്രഗ്നൻസിയിലും ലാക്ടേഷനിലും എല്ലാം സേഫായി നമുക്ക് ഇൻഹേലറുകൾ ഉപയോഗിക്കാവുന്നതാണ്. ആസ്മയെക്കുറിച്ചുള്ള സംശയങ്ങളും ആശങ്കകളും ഇവിടെ തീരുന്നില്ല എന്നറിയാം. എന്നിരുന്നാലും കുറച്ചെങ്കിലും സംശയങ്ങൾക്ക് മറുപടി നൽകാനായി എന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും നന്ദി.